என்னடா இது? அதே கண்ணு, அதே மூக்கு, அந்த நட போலும் சேம் சார். அந்த ജീവൻ സാർ எப்படி ജയറാവും? அதுதான் எனக்கு புரியல. എടാ ഹരി, ഒരു മായക്കാഴ്ച പോലെ തോന്നുന്നതാണോ ഇത്? ജീവനാണോ അതോ ജീവനെ പോലെ വേറൊരു ആളോ? അത് ജീവൻ തന്നെയാണ്. ഏത് വേഷത്തിൽ അവൻ എന്റെ മുൻപിൽ വന്നാലും എനിക്ക് അവനെ തിരിച്ചറിയാൻ പറ്റും. ഞാൻ പ്രസവിച്ചതല്ലേ അവനെ. ശരി, പക്ഷെ ജീവനാണെങ്കില് നമ്മുടെയൊക്കെ മുന്നിൽ നിൽക്കുമ്പോ അവൻ ഇങ്ങനെയൊക്കെ പെരുമാറും. നമ്മുടെ ഒന്നും ഒരു കാര്യവും അവൻ ചോദിച്ചില്ല. കമ്പനി എഗ്രിമെന്റും അത് തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ, അല്ല വേറെ എന്തെങ്കിലും അതല്ലാണ്ട് സംസാരിച്ചു? അതൊരു തന്ത്രമായിക്കൂടെ അമ്മാവ? ഈ ജയാറിലേക്ക് നമ്മൾ പോയ വഴിയൊന്ന് ആലോചിച്ചു നോക്കേ. ആരിലൂടെയാ? വീണയിലൂടെയും ബിബിനിലൂടെയും. അവരുടെ ചിന്തകളൊക്കെ പണ്ടു ചെന്ന് അവസാനിച്ചിട്ടുള്ളത് ജീവനിൽ തന്നെയല്ലേ? അത് ശരി. ആനാ അവര് ജീവൻ എന്ന് പറഞ്ഞാലും അവർക്ക് ഇവളവ് പണം എങ്കിരുത് കിടച്ച്. ജയാറ് എവ്വളவு பெரிய ஆளு, அப்படி இல்லையா சுவாமி சொல்றது? ആ ചോദ്യം ശരിയാ. ജീവൻ നമ്മുടെ അടുത്ത് നിന്ന് പോയിട്ടിപ്പോ ഏറെക്കുറെ 4-5 മാസമല്ലേ ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് ഒരാൾക്ക് ഇത്രയധികം സമ്പാദിച്ചു കൂട്ടാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ 5 മാസത്തിനിടയിൽ നമ്മളെ ആരെയും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറാൻ ഒരാളെ കൊണ്ട് പറ്റുമോ? കൊല്ലാൻ തീരുമാനിച്ച് നടക്കുമ്പോഴും നിഷ്കളങ്കനാണെന്ന് എല്ലാരെയും വിശ്വസിപ്പിച്ച് നടക്കുന്ന ആളല്ലേ ജീവൻ. അതുകൊണ്ട് അതിൽ വലിയ പ്രത്യേകത ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഹരി, അത് അവനാണോ അല്ലയോ എന്നൊന്നും നോക്കി നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല. അതവൻ തന്നെയാ.